നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര പിഴവുകൾ. തെളിവുകൾ ശേഖരിക്കാതെയും പ്രധാന മൊഴികൾ രേഖപ്പെടുത്താതെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മെമ്മറി കാർഡ് പരിശോധിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തിയ ജഡ്ജി ഹണിയം വർഗീസ് ശ്രമിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പോലും പരസ്യ ഡോക്യുമെൻ്റ് ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ അത് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അത് ആക്സസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ തർക്കമില്ല. നോക്കൂ, അതിനകത്ത് എന്തൊക്കെ പിഴവുകളാണ് അതിജീവിത ആരോപിക്കുന്നത്? നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി ജുഡീഷ്യൽ ഓഫീസർമാരടക്കം പരിശോധിച്ച സംഭവത്തിൽ ജഡ്ജി ഹണിയം വർഗീസ് നടത്തിയ അന്വേഷണം, ആ അന്വേഷണ റിപ്പോർട്ട് അത് ഇന്നലെ ഹൈക്കോടതി തന്നെ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതില്ല, അത് എല്ലാവരും അറിയുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഏതായാലും അത് ഇതുവരെ അത് പുറത്തുവിടാവുന്ന തരത്തിലേക്കായിട്ടില്ല. അത് ഒന്നുകിൽ അതിന്റെ പകർപ്പ് കൈവശമുള്ള അതിജീവിതയുടെ അഭിഭാഷകർ അവരാണ് പുറത്തുവിടേണ്ടത്. ഏതായാലും അവർ ആ രേഖ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് ഏതാണ്ട് 40 പേജോളം ഉള്ള അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, അത് മൊഴികളിലടക്കം ഈ വ്യത്യാസമുണ്ട്. ഒപ്പം പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ, തെളിവുകളടക്കം ലഭിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടി ഈ അന്വേഷണം നടത്തിയ ജഡ്ജി ഹണിയം വർഗീസ് നടത്തിയില്ല. മറ്റൊന്ന്, ഇതിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക്, ഇപ്പോൾ കോഴിക്കോട് സബ് കോടതിയുടെ ജഡ്ജായ ലീന റഷീദിനെതിരെ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണുള്ളത്. അവർ ഈ മെമ്മറി കാർഡും ഈ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവും ഒക്കെ വീട്ടിലേക്ക് നിരന്തരം കൊണ്ടുപോയി അവിടെ പരിശോധിച്ചിരിക്കുന്നു എന്നത് ഈ ജഡ്ജി ഹണിയം വർഗീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലീന റഷീദിന്റെ മൊഴി ശേഖരിച്ചോ, അല്ലെങ്കിൽ ഏത് ഡിവൈസിലാണ്, ഏത് ഇലക്ട്രോണിക് ഡിവൈസിലാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഈ ജഡ്ജ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് എന്ന് തെളിയിക്കണം. ആ കാര്യം ഈ റിപ്പോർട്ടിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല. മറ്റൊന്ന്, മഹേഷ് മോഹൻ ആ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മൈക്രോമാക്സ് ഫോണിൽ പരിശോധിച്ചു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും, അല്ലെങ്കിൽ ഈ 3 പേർ ഈ ഡിവൈസുകളിൽ, അവരുടെ സ്വന്തം ഡിവൈസുകളിൽ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോൾ അവർ ഈ ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അന്വേഷണം ജഡ്ജി ഹണിയം വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നത് വലിയ പിഴവാണ്. ഒപ്പം തന്നെ അതീവ ഗൗരവത്തോടെ ഒരു ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജായ കൗസർ എടപ്പകത്തിനെതിരെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന സീനിയർ ബെഞ്ച് ക്ലർക്കായ മഹേഷ് മോഹൻ, ജിഷാദ് ഉൾപ്പെടെ, പ്രോപ്പർട്ടി ക്ലർക്കായ ജിഷാദ് ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ ഈ ജഡ്ജിന്റെ ഭാഗം കേൾക്കാനും ഈ ജഡ്ജി ഹണിയം വർഗീസ് തയ്യാറായില്ല. ഹൈക്കോടതിയുടെ ജഡ്ജാണ്. ഹൈക്കോടതി ജഡ്ജിനെതിരെ ഇത്രയും ഗൗരവമുള്ള ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നടപടിക്രമം ജഡ്ജി ഹണിയം വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതും അതീവ ഗുരുതരമായ വീഴ്ചയാണ്. ഇത് ബോധപൂർവമാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടാക്കിയത് എന്ന ആരോപണമാണ് അതിജീവിത ഉന്നയിക്കുന്നത്. അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. കാരണം ഹൈക്കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ അന്വേഷണത്തിന് മുന്നോട്ട് വെച്ചിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ ഒന്നൊന്നായി അത് അവഗണിച്ചു. ഇത് അവഗണിച്ചത് ബോധപൂർവമാണെന്ന ആരോപണമാണ് അതിജീവിത ഉന്നയിക്കുന്നത്. അന്വേഷണം തന്നെ അട്ടിമറിച്ചു എന്ന ആക്ഷേപവും അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ തുടർ നടപടികൾ വേണം, അന്വേഷണം വേണം. ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി ഒരു പുനരന്വേഷണം, മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടക്കം അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഒരു പോലീസിന്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം, ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. മൊഴിപ്പകർപ്പുകൾ ലഭ്യമാക്കണം എന്നുള്ള അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് അതിജീവിത ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 3 കോടതികളിൽ വെച്ച് എങ്ങനെയാണ് മെമ്മറി കാർഡ് ചോർന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദ പരിശോധനയാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്.